الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. ബഹുമാനമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ, മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ലോകത്ത് അല്ലാഹു തആല ഓരോ പ്രവാചകന്മാരെ നിയമിച്ചപ്പോഴും ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിനനുസരിച്ച് അവർക്ക് മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അമാനുഷികത എന്ന്, സാധാരണ മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പ്രവർത്തനങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. നേരെ മലയാളം പറഞ്ഞാൽ മറ്റുള്ളവരെ അശക്തമാക്കുന്നത് എന്ന്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് പ്രസിദ്ധമാണ്, നിങ്ങൾ കേട്ടിരിക്കും. വടി നിലത്തിട്ടാൽ പാമ്പാവുക, കയ്യ് മാറിടത്തിൽ വെച്ച് എടുത്താൽ പ്രകാശപൂരിതമാവുക തുടങ്ങിയൊക്കെയാണ്. ആ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മന്ത്രവാദവും മായാജാലവും അതുപോലെ തന്നെ ആഭിചാരവുമൊക്കെ വ്യാപിച്ച് ഇരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു മുഅ്ജിസത്താണ് മൂസാ നബിക്ക് അല്ലാഹു നൽകിയത്. എന്നാൽ ഈസാ നബിക്ക് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വൈദ്യം ഒരുപാട് പുരോഗമിച്ച കാലഘട്ടമാണ്. ഭിഷഗ്വരന്മാർ ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ച ഒരു മുഅ്ജിസത്താണ് കൊടുത്തത്. വെള്ളപ്പാണ്ട് രോഗം മാറ്റുക, അള്ളാന്റെ അനുമതിയോടുകൂടെ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക, കുരുടനെ സുഖപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ അവിടെ സാഹിത്യ സാമ്രാട്ടുക്കളായിരുന്നു. അറബി സാഹിത്യത്തിലെ കവികളും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരും കഥാകൃത്തുക്കളുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന 6-ാം നൂറ്റാണ്ടിന്റെ അവസാനം 7-ാം നൂറ്റാണ്ടോട് കൂടി വളരെയധികം മുന്നിട്ട് നിൽക്കുകയാണ് സാഹിത്യം. ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഖുർആൻ എല്ലാ നിലക്കും മുഅ്ജിസത്താണ്, അമാനുഷികമാണ്.
അത് മനുഷ്യ കഴിവിന് അതീതമാണ്. ആ കാലഘട്ടത്തിലുള്ള എല്ലാ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിച്ച് അവർക്കൊന്നും പരിചയമില്ലാത്ത ഒരു സാഹിത്യ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായത്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മൂസാ നബിക്ക് മുഅ്ജിസത്തുണ്ടായിരുന്നു, അതിന്റെ പുറമെ ഗ്രന്ഥമുണ്ടായിരുന്നു തൗറാത്ത്. ഈസാ നബിക്ക് മുഅ്ജിസത്തുണ്ടായിരുന്നു, അതിന്റെ പുറമെ വേദഗ്രന്ഥമുണ്ടായിരുന്നു ഇഞ്ചീൽ. പക്ഷെ തൗറാത്ത് മുഅ്ജിസത്തല്ല, ഇഞ്ചീല് മുഅ്ജിസത്തല്ല. മുഅ്ജിസത്ത് വേറെ, വേദഗ്രന്ഥം ആകുന്ന ശരീഅത്ത് വേറെ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ള ഖുർആൻ അതൊരു മുഅ്ജിസത്തുമാണ്, അതോടൊപ്പം ശരീഅത്തുമാണ്. ഇതാണ് അത് വ്യതിരക്തത. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ഖുർആൻ അത് മുഅ്ജിസത്താണ്. മറ്റേത് മുഅ്ജിസത്ത് വേറുണ്ട്. മൂസാ നബിക്ക് വടി ഉണ്ടായിരുന്നു, പാമ്പായിരുന്നു, അങ്ങനെയൊന്നുമല്ല. മുഹമ്മദ് നബിക്ക് വേറെയും മുഅ്ജിസത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഗ്രന്ഥം മുഅ്ജിസത്താണ്, അതോടൊപ്പം ശരീഅത്താണ്. ഖുർആനിൽ തന്നെയാണ് ശരീഅത്ത് നിയമം. ആ ഖുർആൻ തന്നെയാണ് മറ്റുള്ളവരെയൊക്കെ അശക്തമാക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം മുഅ്ജിസത്തിലും കറാമത്തിലും നമ്മൾ വിശ്വസിക്കണം. അമ്പിയാക്കൾ നുബുവത്ത് പറയുമ്പോൾ, ആ നുബുവത്തിനെ എതിർക്കുമ്പോൾ, ആ എതിർക്കുന്നവരെ വെല്ലുവിളിക്കാൻ വേണ്ടി ഒരു വെല്ലുവിളി ഉണ്ടാവണം. ഞാൻ ഇങ്ങനെ ചെയ്തു, എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യേ. ആ വെല്ലുവിളിയോടൊപ്പം വരുന്നതാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ചില ആളുകൾക്ക് അള്ളാഹു നൽകുന്ന മറ്റു മനുഷ്യർക്കൊന്നും കൊടുക്കാത്ത, അത് ആർക്കുണ്ടാകും എങ്ങനെ ഉണ്ടാകും എന്നും പറയപ്പെടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ. മറിയം ബീവിക്ക് മെഹ്റാബിൽ ഭക്ഷണം കിട്ടിയിരുന്നു എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അത് മറിയം ബീവിയുടെ കറാമത്താണ്, മുഅ്ജിസത്തല്ല. കാരണം മറിയം ബീവി നബിയല്ല, വലിയത്താണ്. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടാകും, അതും നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കുന്നിടത്തുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ, കറാമത്ത് ഉണ്ടാകുന്നത് ആ ഔലിയ വലിയന് പോലും മനസ്സിലാവൂല എന്നുള്ളതാണ്. വലിയന് പോലും അതൊരു കറാമത്താന്ന് മനസ്സിലാക്കാൻ ചിലപ്പം കഴിയില്ല. ഇനി അഥവാ മനസ്സിലായാൽ ആ വലിയ അത് പരസ്യപ്പെടുത്താനും പാടില്ല എന്നതാണ് നിയമം. പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു, ശുറൂത്തുൽ വിലായത്തി കിത്മാനുൽ കറാമത്തി. ഒരു വലിയാണ് ഒരാള് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹത്തിന്റെ കറാമത്ത് അദ്ദേഹം മറച്ചു വെക്കും എന്നാണ്. ഇവിടെയാണ് നമ്മുടെയൊക്കെ വ്യത്യാസം. CM മടവൂരിന്റെ ഒക്കെ കറാമത്ത് പറഞ്ഞിട്ടാല് നമ്മളൊക്കെ ഞെട്ടിത്തെറിച്ചു പോകും. ആ ജാതി കറാമത്താണ്. അതൊക്കെ ഉസ്താദന്മാര് പിന്നുണ്ടാക്കിയതാണ്. കളവാണ്, നുണയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ആർത്തവമുള്ള സ്ത്രീകൾ അവൾ ആർത്തവക്കാരിയാണ് എന്നറിയാതിരിക്കാൻ ഏതുപോലെ ശ്രമിക്കുമോ അതുപോലെ ഒരു വലിയ ശ്രമിക്കും എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്, കിതാബിൽ കാണാം. അതുപോലെ ശ്രമിക്കും. അല്ലാതെ കറാമത്തുണ്ടായാല് ഇക്കൊരു സ്വപ്നം കാട്ടിയിട്ടുണ്ട്, ഇനി എന്റെ ചായക്കടയൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും എന്റെ അടുത്തേക്ക് വന്നോളി, അതിന് രോഗം ശിഫയാക്ക, പാമ്പ് അടിച്ചാൽ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് കറാമത്ത് പരസ്യപ്പെടുത്തലല്ല, അത് വിറ്റ് കാശാക്കലല്ല. മറിയം ബി ഒരിക്കലും കിട്ടിയ പഴം വിറ്റ് കാശാക്കിയിട്ടില്ല. മൂസാ നബി ഒരിക്കലും വടിയെടുത്തിട്ട് കടവ് കടത്താൻ ഇരുന്നിട്ടില്ല. അപ്പൊ കറാമത്തും മുഅ്ജിസത്തും വിറ്റ് കാശാക്കാനുള്ളതല്ല, ഉപജീവനത്തിനുള്ളതല്ല. അത് അള്ളാഹു നൽകുന്ന ആദരവാണ്. അതിനെ അംഗീകരിക്കണം, നിഷേധിക്കാൻ പാടില്ല. നിഷേധിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, മുസ്ലിം എന്ന വൃത്തത്തിൽ നിന്ന് പുറത്തു പോകും.
അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അത് പരിശുദ്ധ ഖുർആനാണ് എന്നതാണ്. ഞാൻ പറയാൻ വിചാരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം അറബി ഭാഷയെ പറ്റി പറഞ്ഞപ്പോ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്താണ് മുഅ്ജിസത്തും മായാജാലവും തമ്മിലുള്ള വ്യത്യാസം? മൂസാ നബി ഒരു വടിങ്ങനിട്ടപ്പോ അത് പാമ്പായി, പിടിച്ചു. അതിലേറെ വലുത് ചിലപ്പോൾ മുതുകാട് ചെയ്യും. അതിന്റെ അപ്പുറമുള്ള മേജിക്കുകാർ, നിങ്ങൾ യൂട്യൂബിലൊക്കെ ചിലപ്പം ചില മേജിക്കുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആ മേജിക്കിന്റെ ട്രിക്കും കണ്ടിട്ടുണ്ടാവും. വലിയ ആനയൊക്കെ അപ്രത്യക്ഷമാക്കും, ആളുകളൊക്കെ കീറി മുറിക്കും, പല ജാതി മേജിക്കുകളും കാണിക്കാറുണ്ട്. മേജിക്കും മുഅ്ജിസത്തും അല്ലെങ്കിൽ കറാമത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ, മായാജാലങ്ങള് ശിഷ്യത്വം സ്വീകരിച്ചാൽ പഠിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? ഒരു വലിയ മേജിക്കുകാരനെ ഉസ്താദാക്കിയിട്ട് ഞാൻ അവന്റെ പിന്നാലെ കുറച്ചു കാലം നടന്നാൽ അദ്ദേഹം കാട്ടുന്ന മേജിക്കൊക്കെ എനിക്കും കാട്ടാൻ കഴിയും, പഠിക്കാൻ കഴിയും, പഠിപ്പിക്കാൻ കഴിയും. ശിഷ്യത്വം സ്വീകരിച്ചാൽ പഠിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എത്ര കാലം നടന്നാലും പരിശുദ്ധ ഖുർആനെ പോലെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല. മൂസാ നബിന്റെ കൂടെ എത്ര കാലം നടന്നാലും എത്ര പഠിച്ചാലും മൂസാ നബിക്ക് പോലും കഴിയില്ല അത് പഠിപ്പിച്ചു കൊടുക്കാൻ. അത് മുഅ്ജിസത്താണ്, അത് അള്ളാഹുവിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നതാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നപ്പോൾ പല ജാതി അഭിപ്രായങ്ങളുണ്ടായി. വലീദ് ബിൻ മുഗീറയെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ സുമ്മ നളർ സുമ്മ അബസ വബസർ സുമ്മ അദ്ബറ വസ്തക്ബർ വഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുസ്ർ. ഖുർആൻ ഇങ്ങനെ ആലോചിച്ചു. എല്ലാ സാഹിത്യകാരന്മാരെയും വിളിച്ചുകൂട്ടി പരിശുദ്ധ ഖുർആന്റെ സാഹിത്യം കണ്ടപ്പോൾ നമുക്കതൊരു കാഹിൻ, ഒരു ജോത്സ്യന്റെ വാക്കാണ് എന്ന് പറയാം. ഒക്കെ ഖുർആൻ ശരിക്കും ഇങ്ങനെ പഠിക്കുമ്പോഴേ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഉറക്കം വരും. നമ്മൾ ഖുർആൻ പഠിക്കണം, അതിനൊരു പ്രചോദനമാകാൻ വേണ്ടി ഞാൻ ഈ കാര്യം പറയുന്നത്. ആ ഖുർആൻ പഠിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഇതൊരു ജോത്സ്യന്റെ വാക്കാണ് ഖുർആൻ. അപ്പൊ വലീദ് ബിൻ മുഗീറ പറഞ്ഞു, ജോത്സ്യനെ പറ്റി നമുക്കൊക്കെ അറിയില്ലേ, ഒരു ജോത്സ്യം പറഞ്ഞപ്പോ എത്രത്തോളം ഉണ്ടാകുക, അങ്ങനെ പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കൂല. ഇല്ല, ശരി, ഇതൊരു ഭ്രാന്തന്റെ വാക്കാണ്, അങ്ങനെ തീരുമാനിച്ചാലോ? മറ്റു സാഹിത്യകാരന്മാരൊക്കെ കൂടി അങ്ങനെ തീരുമാനിക്കുക. എന്തെങ്കിലും പറയണല്ലോ മുഹമ്മദിന്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭ്രാന്തന്മാരെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, ഭ്രാന്തന്മാര് പറയണത് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഭ്രാന്തന്റെ വാക്കാന്ന് പറഞ്ഞാൽ ആരും നമ്മുടെ കൂട്ടത്തിൽ സമ്മതിക്കൂല. എന്നാ ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മായാജാലക്കാരൻ, ഒരു സാഹിറാണ് എന്ന് പറയാം, ഒരു മായാജാലക്കാരനാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ആഭിചാരം നടത്തുന്ന ആളെന്ന് പറയാം. അപ്പോഴും വലീദ് ബിൻ മുഗീറ പറയും, അത് പറഞ്ഞാലും ശരിയാവില്ല. കാരണം ആഭിചാരക്കാർക്ക് നല്ല പരിചയമുണ്ട് നമ്മുടെ ആൾക്കാർക്ക്, അതും പറ്റും. എന്നാ ശരി, നമുക്കൊരു ഷാഇർ, ഒരു കവിയാണെന്ന് പറയാം. ഇതിന് കവിയല്ലല്ലോ, ഇത് കവിത അല്ലല്ലോ, ഇത് കവിത അല്ലല്ലോ, ഇതൊരു ഗദ്യമല്ലല്ലോ. വലീദ് അതാ ഇന്നഹു ഫക്കറ വഖദ്ദർ, ശരിക്ക് ചിന്തിച്ചു, ശരിക്ക് മനസ്സിലാക്കി, പിന്നെങ്ങനെ നോക്കി, വീണ്ടും നോക്കി. ഒരിക്കലും മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമെ എതിർക്കാൻ യാതൊന്നും കിട്ടില്ല. അവസാനം ഒക്കെ ബോധ്യമായിട്ടും അദ്ദേഹം പറഞ്ഞു, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുസ്ർ, ഇത് മനുഷ്യനെ മയക്കുന്ന ഒരു ആഭിചാരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് വലീദ് ബിൻ മുഗീറയെ അള്ളാഹു ശപിച്ചു. അദ്ദേഹത്തിന് റൈഹാനത്ത് ഖുറൈശ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അറബികൾ എങ്ങനെയാണ്, അറബികൾ ഒരാളെ ഇഷ്ടപ്പെട്ട നല്ല പേരിടും. അബൂലഹബ് എന്ന് പേരിട്ട പോലെ അബ്ദുൽ ഉസ്സ എന്ന അബൂലഹബിന്റെ പേര്, അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന അബൂലഹബ് എന്ന് പേരിട്ടു. അപ്പൊ നല്ലൊരു പേരിട്ടു, വലീദ് ബിൻ റൈഹാനത്ത് ഖുറൈശ്. റൈഹാന എന്നറിയാലോ, നമ്മളെ മലൻ തുളസി, രാമൻ തുളസി, കൃഷ്ണ തുളസി എന്നൊക്കെ പറയില്ലേ, ആ പച്ച നിറത്തിലുള്ള തുളസിക്കാണ് റൈഹാൻ എന്ന് പറയുന്നത്. റൈഹാൻ അറബിയിൽ റൈഹാൻ പുഷ്പം എന്നൊക്കെ പറയും, നല്ല മണം. റൈഹാനത്ത് ഖുറൈശ്, ഖുറൈശിയുടെ റൈഹാൻ എന്ന് പേരിട്ടിരുന്ന വലീദ് ബിൻ മുഗീറയെ ഖുർആനിനെ എതിർത്തത് കൊണ്ട് അല്ലാഹു തആല ആക്ഷേപിച്ചു.
ഒരുപാട് സ്ഥലത്ത് വലീദ് ബിൻ മുഗീറയെ ആക്ഷേപിച്ചു. കാരണം അദ്ദേഹം സാഹിത്യത്തിലെ അഗ്രഗണ്യനായി. പക്ഷെ ഈ സാഹിത്യം, പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യം അവിടെ പരാജയപ്പെടുക, അവരുടെയൊക്കെ മുന്നിൽ പരാജയപ്പെടുക. അവർ പലരും രചിച്ചു നോക്കി, പലതും രചിച്ചു നോക്കി, പലതും പറഞ്ഞു നോക്കി. പക്ഷെ ഖുർആൻ അവരെ വെല്ലുവിളിച്ചു. അങ്ങനെയാണെങ്കിൽ അലിഫ് ലാം മീം, അതെ, അലിഫ് കൊണ്ട്, ലാമ് കൊണ്ട്, മീമ് കൊണ്ട് തുടങ്ങിയ, നൂൻ വൽ ഖലം, നൂന് കൊണ്ട് തുടങ്ങിയ, ത്വാ കൊണ്ട് തുടങ്ങിയ, സീൻ കൊണ്ട് തുടങ്ങിയ അറബി അക്ഷരമാലയിലെ 28 അക്ഷരത്തിലെ 14 അക്ഷരവും പരിശുദ്ധ ഖുർആൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരക്ഷരമുള്ള നൂൻ പോലെയുള്ളതുണ്ട്, 2 അക്ഷരമുള്ള യാസീൻ പോലെയുള്ളതുണ്ട്, 3 അക്ഷരമുള്ള അലിഫ് ലാം മീം പോലെയുള്ളതുണ്ട്, 4 അക്ഷരമുള്ള അലിഫ് ലാം മീം സ്വാദ് പോലെയുള്ളതുണ്ട്, 5 അക്ഷരമുള്ള കാഫ് ഹാ യാ ഐൻ സ്വാദ് പോലെയുള്ളതുണ്ട്. അതെ, എന്തിനാണ് ഈ അക്ഷരങ്ങൾ? നമ്മൾ അർത്ഥം നോക്കുമ്പോൾ പറയാം അല്ലാഹു അലം. എന്തിനാണ് ഈ അക്ഷരങ്ങൾ? ഇതേ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സാഹിത്യം ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ. അതൊരിക്കലും റസൂലിന്റേതല്ല, ഒരിക്കലും മുഹമ്മദ് നബിയുടെ അല്ല. അത് ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ, മനസ്സിലാകുന്ന, കൃത്യമായ അറബി ഭാഷയിലാകുന്നു. അല്ലാഹു തആല വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുമെങ്കിൽ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ആദ്യത്തെ വെല്ലുവിളി ഒരു ഖുർആൻ കൊണ്ടുവരുന്നായിരുന്നു. ഒരു ഖുർആൻ കൊണ്ടുവരുന്ന സൂറത്ത് ഇസ്രായേൽ കാണാൻ സാധിക്കും. ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്ന് അലാ അൻ യഅ്തൂ ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅ്തൂന ബിമിസ്ലിഹി വലൗ കാന ബഅ്ദുഹും ലിബഅദിൻ ലഹീറാ. ജിന്നും ഇൻസും ഒന്നിച്ച് ശ്രമിച്ചാലും ഈ ഖുർആനിനെ പോലെയുള്ള ഒരു ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല. ആരാ പറയണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഉറപ്പിച്ചവരോട് പറയാം, ഖുർആനെ പോലെയുള്ള ഒരു ഖുർആൻ പോട്ടെ, കുറച്ചും കൂടെയൊക്കെ ഓഫർ ചുരുക്കി കൊടുത്തു, ഈ ചലഞ്ച് അത് കുറച്ചു കൊടുക്കാൻ. പിന്നെ അല്ലാഹു തആല പറയാം ഫഅ്തൂ ബിഅശ്രി സുവരിൻ മുഫ്തറയാത്തി. സൂറത്ത് ഹൂദില് ആലോചിച്ചുകൂടെ, അന്ന് ഖുർആനില്ല, അന്ന് ഖുർആനില്ല, ക്രോഡീകരിച്ചിട്ടില്ല. 10ാമത്തെ കഴിഞ്ഞിട്ട് 11ാമത്തെ സൂറത്താണ് സൂറത്ത് ഹൂദ്. 11ാമത്തെ സൂറത്താണ് സൂറത്ത് ഹൂദ്. അന്ന് ആ ക്രമീകരണം ഉണ്ടായിട്ടില്ല. നിബിധങ്ങൾ ഓതും. പക്ഷേ ആ 11ാമത്തെ സൂറത്തിലാ പറയുന്നത് ഫഅ്തൂ ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്തിൻ. നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ട് ഒരു 10 സൂറത്ത് നിങ്ങൾ കൊണ്ടുവരി. ഖുർആൻ മുഴുവൻ കൊണ്ടുവരണ്ട, 30 ജുസ് വേണ്ട. 3ാമത് അൽ ബഖറയിൽ ഞാനിപ്പോ നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത് വഇൻ കുന്തു ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. നമ്മുടെ അടിമക്ക് ഞാൻ ഇറക്കിക്കൊടുത്തതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിലുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. നിങ്ങൾ മാത്രം വേണ്ട, അല്ലാഹ് അല്ലാത്ത എല്ലാവരെയും നിങ്ങൾ വിളിച്ചോളൂ. നിങ്ങൾക്കറിയോ, അതാണ് ഏറ്റവും വലിയ തമാശ. നമുക്കെന്നറിയാം, എക്സ് മുസ്ലിം, ഭൗതികവാദി, പുരോഗമനവാദി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും അറബി കോളേജിന് മുമ്പ് കൂടെ ഒന്ന് നടക്കുക അങ്ങോട്ടൊക്കെ പോയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ മനുഷ്യന്മാരാണ് പരിശുദ്ധ ഖുർആൻ എതിർക്കുന്നത്. എത്ര എതിർത്താലും ഈ പരിശുദ്ധ ഖുർആനെ പോലത്തെ ഒരു ഖുർആൻ, അതിലത്തെ ഒരു ആയത്ത് പോലെയുള്ള ഒരു ആയത്ത്, അതിലെ ഒരു സൂറത്ത് പോലുള്ള ഒരു സൂറത്ത് അതുണ്ടാക്കാൻ, അത് കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് ആരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അല്ലാഹ് പറയാൻ നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യൂല, അങ്ങനെ കഴിയില്ല. ഖുർആനിന്റെ സാഹിത്യ ഭംഗി പോലെയുള്ള, അതിലെ മാസ്മരികത, അതിലെ അക്ഷരങ്ങള്, അതിലെ അക്ഷരത്തിന്റെ ഗൗരവം, അതിലെ അക്ഷരത്തിന്റെ ലാളിത്യം. ഖുർആൻ എങ്ങനെ ഓതുമ്പോ അൽ ഖാരിഅതു മൽ ഖാരിഅ അത് ഓതുന്ന പോലെയല്ല ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുമ്പോ വ്യത്യാസമുണ്ട്. അതിലെ ഓരോ കാര്യങ്ങളും ശബ്ദങ്ങൾ വ്യത്യാസമുണ്ട്, ശബ്ദത്തിന്റെ രീതി വ്യത്യാസമുണ്ട്, അക്ഷരങ്ങൾ വ്യത്യാസമുണ്ട്, അക്ഷരത്തിന്റെ മഖ്റജുകൾ വ്യത്യാസമുണ്ട്, അതിന്റെ ഗൗരവം വ്യത്യാസമുണ്ട്, അതിന്റെ ഉയർച്ച താഴ്ചകൾ വ്യത്യാസമുണ്ട്, അതിലെ ഭംഗി വ്യത്യാസമുണ്ട്, സ്വരമാധുരി വ്യത്യാസമുണ്ട്. ഒക്കെ നോക്കാം, എല്ലാം ഒരുപാട് ഡിഫറൻസ്, ഒരുപാട് വ്യത്യാസങ്ങൾ. അങ്ങനത്തെ ഒന്ന് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പടച്ച തമ്പുരാൻ കൃത്യമായിട്ട് പറയാം.
ഇന്നേ വരെ എന്തെങ്കിലുമൊക്കെ ഒരക്ഷരം രണ്ടക്ഷരമൊക്കെ പഠിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അറബിയുമായി ഒരു ബന്ധമില്ലാത്ത ഒരക്ഷരം പോലും അറബിയിൽ ശരിക്കും വായിക്കാൻ അറിയാത്തവനാണ് പരിശുദ്ധ ഖുർആനിനെ മുഴുവൻ വലിയ വിമർശകനായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം അറബി ഭാഷയിലെ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞ ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനെ വിമർശിച്ചാൽ അതെന്തൊക്കെ ഒരു കാര്യമാണ്. ഖുർആനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമായി സമൂഹത്തിൽ അറിയപ്പെടാ, യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് കുറെ മനുഷ്യന്മാർ എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? അതുകൊണ്ട് അല്ല പറയാം, നിങ്ങൾ ഖുർആനിലെ സൂറത്ത് പോലൊരു സൂറത്ത് കൊണ്ട് നമുക്ക് ഏറ്റവും ചെറിയ സൂറത്ത് ഏതാ? ഇന്നാഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിക ഹുവൽ അബ്തർ. ഏറ്റവും ചെറുതാണ്, ലളിതമാണ്. അങ്ങനത്തെ ഒരു സൂറത്ത് അതേ ആശയ ഭംഗിയിൽ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം പരിശുദ്ധ ഖുർആൻ അത്ര കൃത്യമാണ്. അതിന്റെ ഓരോ പ്രയോഗങ്ങളും, പരിശുദ്ധ ഖുർആനിലെ ഓരോ പ്രയോഗങ്ങളും കൃത്യമാണ്. ആലോചിക്കൂ, അതിന്റെ ഭാഷാപരമായി മാത്രം എടുത്താൽ, ഞാൻ അതിന്റെ ഫിഖ്ഹും കർമ്മശാസ്ത്രവും ഒന്നല്ല പറയുന്നത്, ഭാഷാപരമായി മാത്രം എടുത്താൽ അതിലെ ശാസ്ത്രീയ തത്വങ്ങൾ വരെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഒരു സൂറത്തിന്റെ പേരാ സൂറത്തുൻ നഹൽ, തേനീച്ച. തേനീച്ചയെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യം എടുത്തു നോക്കൂ. വഔഹാ റബ്ബുക ഇലൻ നഹ്ലി. ഖുർആന്റെ ശൈലിയാണ്. തേനീച്ചയ്ക്ക് ഞാൻ വഹി നൽകി. അനിത്തഖിദി, എടി പെണ്ണെ നീ സ്വീകരിക്കണം, നീ ഉണ്ടാക്കണം. മിനൽ ജിബാലി ബുയൂത്ത, പർവ്വതങ്ങളിൽ വീടുണ്ടാക്കണം. വമിനശ്ശജിരി, മരത്തിന്റെ മുകളിൽ വീടുണ്ടാക്കണം. വമിമ്മായ ഐരിഷൂൻ, ജനങ്ങൾ ഉണ്ടാക്കുന്ന ബിൽഡിംഗ് പോലെയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ വീടുണ്ടാക്കണം. സുമ്മ കുലി, പിന്നെ പെണ്ണെ, ആ ശൈലി നോക്കൂ, കുലി അങ്ങനെയാണ്. ഒരു പെണ്ണി ആണിനോട് കുൽ എന്നാ പറയാം, കുൽ. പെണ്ണിനോട് കുലി എന്നാ പറയാം. ഇത്തഹിദ് എന്നാണ് ആണിനോട് പറയാ, ഇത്തഹിദീ എന്ന് പറഞ്ഞ പെണ്ണിനോടാണ്. സുമ്മ കുലി മിൻ കുല്ലി സമറാത്ത്, എല്ലാ ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിക്കണം. പെണ്ണെ നീ പോയിട്ട് ഭക്ഷിക്കണം. ഫസ്ലുക്കി സുബുല റബ്ബിക്കി ദുലല, നീ നിന്റെ റബ്ബ് കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കണം. ഒക്കെ പെണ്ണിനോടാ പറഞ്ഞു, ഒക്കെ പെണ്ണിനോടാ പറഞ്ഞു. ഇത്ര കാലം പുറകോട്ട് പോയി ഇപ്പോഴൊക്കെയാണ് കണ്ടുപിടിച്ചത്. തേനീച്ച എന്നതൊരു ശാസ്ത്രജ്ഞന്മാരുടെ ഒരു വെല്ലുവിളിയാണ്. ഇന്നേ വരെ തേനീച്ചയിലെ പലതും പഠനം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നിങ്ങൾ അന്വേഷിക്കുക. തേനീച്ചയുടെ ഒരു ലോകമാണ്. മംലക്കത്തുൻ മുദബ്ബറ ബിംറഅത്തിൻ മുഅമ്മറ, ഒരു സ്ത്രീ ഭരിക്കുന്ന സാമ്രാജ്യം. തേനീച്ച വളർത്തുന്ന കുറെ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്, കൊറോണയൊക്കെ ആയിട്ട് പലതായി തുടങ്ങിയ കൂട്ടത്തിൽ തേനീച്ച വളർത്തല് നല്ലൊരു റാണിയാണ്. ആ തേനീച്ചയുടെ റാണി, അതിന് ചില ലക്ഷണങ്ങളുണ്ട്, അതിന് ചില തീരുമാനങ്ങളുണ്ട്. മാത്രല്ല, തേനീച്ചക്കൂട്ടത്തില് ആണുങ്ങള് ഓലെ പേര് മടിയന്മാർ എന്നാണ്. ഓൽക്ക് വേറെ പണിയൊന്നുമില്ല, ഇണചേരല് മാത്രമേ വല്ല പണിയുള്ളൂ. ആരാ തേൻ ശേഖരിക്കണത്? സ്ത്രീകളാണ്, പെൺ തേനീച്ചകളാണ്. ഇന്നേ വരെ ഒരാൺ തേനീച്ചയും പണിക്ക് പോലെ തുടങ്ങിയിട്ടില്ല. നമ്മളൊക്കെ തുടങ്ങി, നമ്മളൊക്കെ പണ്ട് കാലത്തൊക്കെ ആണുങ്ങൾ മാത്രമേ പണിക്ക് പോയത്, പെണ്ണുങ്ങളൊക്കെ പണിക്ക് പോലെ തുടങ്ങി. പക്ഷെ തേനീച്ചകൾ തുടങ്ങിയിട്ടില്ല. തേനീച്ചകൾ ഇപ്പോഴും ആണുങ്ങൾ തന്നെ പെണ്ണുങ്ങൾ തന്നെയാണ് പോണത്. തേനീച്ചക്കൂട് നോക്കൂ, വൃത്തികെട്ട സ്ഥലങ്ങളിൽ തേനീച്ചക്കൂട് ഉണ്ടാവൂല. ഖുർആന്റെ ഭാഷാ പ്രയോഗത്തിലെ ഭംഗിയാ ഞാൻ പറയണത്, ആശയങ്ങൾ വേറെ. എടി പെണ്ണേ എന്നാണ് പറയുന്നത്. കുലി വസ്ലുക്കി. തേനീച്ചക്കൂട് കാണാൻ ഈ 3 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വളർത്തിണ്ടാക്കുന്നിടത്ത് കാണും. വൃത്തിയുള്ളിടത്തെ തേനീച്ച വളരുള്ളൂ. ഒരിക്കലും വൃത്തികേടിൽ ഉണ്ടാവൂല. നല്ല ബിൽഡിങ്ങിന്റെ മുകളിൽ, മലന്റെ മുകളിൽ, മരത്തിന്റെ മുകളിൽ, അവിടേക്കാണ് തേനീച്ചകൾ, നല്ല തേനീച്ചകൾ കൂടുകൂട്ടുക. മാത്രല്ല അല്ലാഹു പറയാ, യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു. തേനീച്ചന്റെ വയറ്റിന്ന്, ബുതൂൻ വയറുകളിൽ നിന്ന്. തേനീച്ചക്ക് 3 അറ ഉണ്ട് എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. 3 അറകൾ തേനീച്ചയുടെ വയറിനുണ്ട്. അത് തേനിന്റെ ആ പ്രോസസ് നടക്കാൻ വേണ്ടിയിട്ടാണ്. എവിടുന്ന് പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു പറഞ്ഞത് അതിന്റെ വയറുകളിൽ നിന്ന് പുറത്തു വരുന്നു. ഏതിലൂടെ പുറത്തു വരും? തേനീച്ചന്റെ മലദ്വാരത്തിലൂടെ പുറത്തു വരുമോ, വായിലൂടെ പുറത്തു വരുമോ?
അന്വേഷിക്കാവുന്നതാണ്. ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നോക്കി അന്വേഷിക്കുക, നെറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ കാണും. നിങ്ങൾക്ക് ഇന്ന് വരെ തീരുമാനമായിട്ടില്ല, കാണാൻ കഴിഞ്ഞിട്ടില്ല. തേനീച്ചന്റെ വായിലൂടെയാണോ തേൻ കൂട്ടിൽ നിക്ഷേപിക്കുന്നത്, അതല്ല തേനീച്ചന്റെ മലദ്വാരത്തിലൂടെയാണോ തേൻ കൂട്ടിൽ നിക്ഷേപിക്കുന്നത് അറിയില്ല. അല്ലാഹ് പറഞ്ഞു യഖ്റുജു മിൻ ബുതൂനിഹാ, അതിന്റെ വയറ്റിന്ന് വരുന്നുണ്ട്. ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉ ലിന്നാസ്, അതിൽ ശിഫാ ഉണ്ട്, ശമനമുണ്ട്. അവ ഭാഷാ പ്രയോഗം. ഇനി നിങ്ങൾ നോക്കൂ, ഞാനിപ്പോ അടുത്ത് ഈ വിഷയം നോക്കുന്ന സമയത്ത് ശ്രദ്ധയപ്പെട്ട പുതിയൊരു കാര്യം, കൂടുതൽ പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് പഠിക്കാം. അങ്കബൂത്ത്, സൂറത്തുൽ അങ്കബൂത്ത്, ഖുർആൻ, ചിലന്തി. അങ്കബൂത്തിന്റെ പ്രത്യേകത അത് വല നെയ്തുണ്ടാക്കുന്നു. അങ്കബൂത്ത് വല നെയ്തുണ്ടാക്കുന്നതിനെ പറ്റി ഖുർആൻ പറഞ്ഞത് കമസലിൽ അങ്കബൂത്തി, എട്ടുകാലിയെ പോലെ, ഇത്തഖദത് ബൈതൻ, ആ എട്ടുകാലി ഒരു ബൈത്തുണ്ടാക്കി, വീടുണ്ടാക്കി. ഇത്തഖദത്, പെണ്ണെട്ടുകാലി വീടുണ്ടാക്കി എന്നാ പറഞ്ഞത്, പെണ്ണെട്ടുകാലി വീടുണ്ടാക്കിയെന്നാണ് ഞാൻ വായിച്ചത്. പുതിയ പഠനം, എട്ടുകാലികളിൽ വല നെയ്യുന്നത് പെണ്ണെട്ടുകാലികൾ മാത്രമാണ്. പെണ്ണെട്ടുകാലികൾ മാത്രമേ വല നെയ്യുന്നുള്ളൂ. ആണെട്ടുകാലി ഒരു നൂല് ഉൽപ്പാദിപ്പിക്കും. ആ നൂലെന്തിനാ അറിയോ? അതിങ്ങനെ പിടിച്ച് സഞ്ചരിക്കാൻ വേണ്ടി മാത്രം. കൃത്യമായിട്ട് ഇതൊക്കെ വരച്ചിട്ട് ഗൂഗിളിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആണെട്ടുകാലി നൂലുണ്ടാക്കും, പക്ഷെ ആ നൂല് വല നെയ്യണില്ല. അത് അതിന് സഞ്ചരിക്കാനുള്ള നൂല് മാത്രമേ ഉണ്ടാക്കണുള്ളൂ എന്നാണ്. എന്നാൽ താമസിച്ച് ഇര പിടിക്കാനുള്ള നൂലുണ്ടാക്കുന്നത് പെണ്ണ് എട്ടുകാലി മാത്രമാണ്. ഖുറാന്റെ പ്രയോഗം നോക്കൂ, ഇത്തഖദത്, ആണാണെങ്കിൽ ഇത്തഖദ എന്നാ പറയാം. പക്ഷേ അല്ലാഹ് പറഞ്ഞത് ഇത്തഖദത് ബൈത, ആ പെണ്ണ് വീടുണ്ടാക്കുന്നു. അപ്പൊ വളരെ വസ്തുനിഷ്ഠമായിട്ട് പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങൾ, ഇതൊക്കെ അലിഫ് ലാം മീം കൊണ്ട് തുടങ്ങിയ അക്ഷരങ്ങളാണ്. അതിൽ നിന്നാണ് ഏറ്റവും വലിയ ശാസ്ത്രീയ സത്യങ്ങൾ പോലും കണ്ടെത്തുന്നത്, ഇപ്പോഴും ഗവേഷണം നടത്തിയിട്ട് തീരാതിരിക്കുന്നത്. പക്ഷെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് വിശ്വസിക്കാം, പടച്ചോൻ പറഞ്ഞതേ നിലനിൽക്കൂ എന്ന് വിശ്വസിക്കാം. ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ തെറ്റാകാം. അങ്ങനെയാണല്ലോ, ഇന്നലെ ചെയ്തൊരു അബദ്ധം ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്നൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോ തെറ്റിപ്പോകാം. പക്ഷെ പരിശുദ്ധ ഖുർആനിൽ ഒരിക്കലും തെറ്റൂല. കേവലം ഒരു അക്ഷരങ്ങൾ കൊണ്ട് തന്നെ സൂറത്തുൽ ഖുർആനില് കൃത്യമായ അക്ഷരപ്രയോഗങ്ങളുണ്ട്. ഒരു മനുഷ്യനെ കൊണ്ട് അത് കഴിയില്ല അങ്ങനെ തയ്യാറാക്കി. ഒരു കവിത, ഒരു മലയാളമൊക്കെ നോക്കിയിട്ട് അതിന്റെ പ്രൂഫ് നോക്കുകയാണെങ്കിൽ ചോക്കു എത്ര തെറ്റുകൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഘടനയിലോ ഒരാശയത്തിലോ എന്തിലെങ്കിലും ഒന്ന് ഇന്നേ വരെ അത് തെറ്റായിപ്പോയി എന്ന് പറയാവുന്ന ഒരു ഘടന അതിലുണ്ട് എന്ന് ഒരൊറ്റ അറബി ഭാഷാ ശാസ്ത്രജ്ഞന്മാരും കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് വളരെ അത്ഭുതം എന്നവർ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് തഹരീമിൽ കാണാം, അസാ റബ്ബുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് ചെറിയ പ്രശ്നം ഉണ്ടാക്കിയപ്പോ അള്ളാഹ് അവരെ ഭീഷണിപ്പെടുത്തുന്ന ആയത്തുണ്ട്. അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന, നിങ്ങളൊക്കെ ഇടപാട് നിർത്താൽ, ഒഴിവാക്കിയാൽ അല്ലാഹു തആല ഒരു കാര്യം ചെയ്യും, അയ്യുബ്ദിലഹു അസ്വാജ, വേറെ ഭാര്യമാരെ മുഹമ്മദ് നബിക്ക് കൊടുക്കും. ഖൈറൻ മിൻകുന്ന, നിങ്ങളെക്കാൾ ഉത്തമരായിരിക്കും അവർ. ഇതാ ഭാര്യമാരുടെ സിഫത്ത് പറയുന്നത്. ഒരു മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വ അബ്കാറ, 8 ഗുണങ്ങൾ പറയുന്നുണ്ട്. ഗ്രാമറിന്റെ ആളുകൾ തമ്മിൽ വ്യത്യാസം. ചിലർ പറഞ്ഞു അറബികള് 7 കാര്യം പറഞ്ഞിട്ട് 8ാമത്തെ കാര്യം പറയുമ്പോൾ അവിടെ ഒരു വാവ് ഉപയോഗിക്കാറുണ്ട് എന്നാണ് ഒരു വിഭാഗം ഗ്രാമറിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു. 7 കാര്യം പറഞ്ഞിട്ട് 8ാമത്തെ പറയുമ്പോൾ അവിടെ ഒരു വാ എന്ന് പറയും. നമ്മൾ ആൻഡ് ഉപയോഗിക്കില്ലേ, ഇങ്ങനെ തുറച്ച് പോകുമ്പോൾ ആൻഡ് എന്ന് പറയും. ഈ വാവ് എന്ന് പറയുന്ന അക്ഷരം തന്നെ, വാ എന്ന് പറയുന്ന അക്ഷരം തന്നെ അത്ഭുതം. അത് സത്യം ചെയ്യാൻ ഉപയോഗിക്കും, ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കും. ക്യാപിറ്റൽ ലെറ്റർ, ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്ന സ്ഥലത്ത് അതിന് പകരമായിട്ട് ഒരു വാവ് ഉപയോഗിക്കും. അറബിയിൽ വളരെ അത്ഭുതമാണ് വാവ് എന്ന് പറയുന്ന അക്ഷരം. അത് പരസ്പരം വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കും. രണ്ടാണെന്ന് പറയാൻ ഉപയോഗിക്കും, രണ്ടും ഒന്നെന്നെ എന്ന് പറയാൻ ഉപയോഗിക്കും. ഇവിടെ നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ ഭാര്യമാർക്ക് 7 വിശേഷണങ്ങൾ പറയാം.
അവര് മുഅ്മിനാത്ത് വിശ്വാസികളാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, വിനയത്തോടെ ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം അവര് കന്യകമാരാണ്. എന്നിട്ട് ഒരു വാവ് വെച്ചിട്ട് അബ്കാറ, അവര് ചിലപ്പോ വിവാഹമോചിതരും ആയേക്കാം. അള്ളാഹുവിന്റെ റസൂലിന് ഈ ഭാര്യമാരെ ഒഴിവാക്കിയിട്ട് വേറെ ഭാര്യമാരെ തെരഞ്ഞെടുക്കുമ്പോ കന്യകമാരായ ഭാര്യമാരെയും അതുപോലെ വിവാഹമോചിതരായിട്ടുള്ള ഭാര്യമാരെയും തെരഞ്ഞെടുത്ത് നൽകും എന്ന് പറയുന്നിടത്ത് സയ്യിബാത്തിൻ വരെ ഒന്നിച്ച് പറഞ്ഞിട്ട് പിന്നെ വാ വെച്ചിട്ടാണ് അവർ അബ്കാറ, അവര് ചിലപ്പോ വിവാഹമോചിതരാണ്. ഒരു മനുഷ്യനെ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉണ്ടാവും. മുഅ്മിനീങ്ങളാവും, അവര് വിനയാന്യതരാവും, നോമ്പ് നോൽക്കുന്നവരാവും, വിശ്വാസികളാവും, മുഅ്മിനെ ഒക്കെ ആവും. പക്ഷേ സയ്യിബത്ത്, കന്യകയും വിവാഹം കഴിച്ചവും കൂടി ഒരേ സമയത്താവൂല. അപ്പൊ അവിടെ അല്ലാഹു തആല 7 എണ്ണം പറഞ്ഞിട്ട് ഒരു വാ എന്ന് പറഞ്ഞു. അപ്പൊ നഹ്വിന്റെ ആൾക്കാർ രസകരമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അൽ-കഹ്ഫിൽ ഇന്ന് ഓതിയിട്ടുണ്ടാവും. അൽ-കഹ്ഫില് ആളുകളുടെ എണ്ണം പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട്. വയഖൂലൂന സലാസത്തുൻ, ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഓതിപ്പോയാൽ കിട്ടൂല. നിങ്ങൾ അങ്ങനെയൊക്കെ ആലോചിച്ച് പഠിച്ചു ഓതുകയാണെങ്കിൽ ഖുർആൻ പഠിക്കുക ഏറ്റവും നല്ല ഒഴിവുള്ള സമയത്ത് ഖുർആൻ പഠിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ട്. വയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും. അവിടെ വാന്നില്ല. എന്നാ വയഖൂലൂന സബ്അത്തുൻ വസാമിനുഹും കൽബുഹും. അതാണ് വാവു സമാനിയ എന്ന് ഗ്രന്ഥകാരന്മാർ പറയാൻ കാരണം. ഇതല്ലാതെ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വാവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലര് പറഞ്ഞു ഖുർആനിൽ ഇങ്ങനെ അല്ലാതെ വാവ് പറയാതെയും ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പക്ഷെ ചില സ്ഥലത്ത് വാവ് എന്ന ഒരൊറ്റ അക്ഷരം, ഇപ്പൊ നോക്കൂ നിങ്ങൾ ഈ ആയത്തില് ആ വാവ് അവിടെ എല്ലാം നോക്കുക. സയ്യിബാത്തിൻ അബ്കാറ എന്ന് പറഞ്ഞാൽ അത് മാത്രം മതി ഖുർആനിനെ പരിഹസിക്കാൻ. കാരണം ഒരു പെണ്ണ് എങ്ങനെ സയ്യിബും ബിക്കറും കൂടി ആകുക, കന്യകയും വിവാഹിതയും കൂടി എങ്ങനെ ഒരേ സമയത്താകുക എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി ഒന്നുമില്ല. പക്ഷെ അവിടെ ഒരു വാവ് അല്ലാഹു തആല പറഞ്ഞു എന്നുള്ള. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ കൊണ്ടുപോകുമ്പോ പറഞ്ഞത് അള്ളാഹനെ സൂക്ഷിക്കുന്ന ആളുകളെ സ്വർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകും, കൂട്ടം കൂട്ടമായി കൊണ്ടുപോകും. അവിടെ വാവ് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് സുമറിന്റെ അവസാന ഭാഗങ്ങളൊന്ന് പരിശോധിക്കണം. അവരവിടെ സ്വർഗത്തിന്റെ അടുത്ത് എത്തുമ്പോ വാതിൽ തുറന്നിട്ടുണ്ടാവുന്ന ആലോചിക്കുക. ആ ഒരു വാവ് അവിടെ സൂചിപ്പിക്കുന്നത് ആ സ്വർഗത്തിലെ പറാവുകാരും സന്തോഷത്തോടു കൂടി അവിടെ തെരഞ്ഞെടുക്കും. ഒരു കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോ വെൽക്കം എന്നുള്ള വലിയ ബോർഡ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടാവും വെൽക്കം, ആർക്കും വരാം, എല്ലാവർക്കും സ്വാഗതം, യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. കൃത്യ ജയിലിക്ക് അങ്ങനെയല്ല കൊണ്ടുപോകും. ജയിലിക്ക് പിന്നെ കുടിച്ച് കൊണ്ടുപോകലോ അതിന്റെ മുമ്പിൽ എത്തിയിട്ട് തുറക്കലും ഒരടക്കലോ ജീപ്പ് കയറ്റലും അങ്ങനെയല്ലേ പോലീസുകാര്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറാ, കാഫിറുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകും. ഹത്താ ഇദാ ജാഊഹാ ഫുത്തിഹത് അബ്വാബുഹാ, അവിടെ വാവില്ല. അവരോട് എത്തുമ്പോഴേ വാതിൽ തുറക്കണുള്ളൂ. ആ വാവ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പോലെ തന്നെ നരകത്തിലും കൊണ്ടുകൊണ്ടിരും. അല്ല, അവിടെ വളരെ മോശാണ് കാര്യങ്ങള്, അപകടമാണ്. അവിടെ എത്തിയാൽ ഒറ്റ തള്ളലാണ്, അപ്പൊ തുറക്കുള്ളൂ. ഹത്താ ഇദാ ജാഊഹാ ഫുത്തിഹത് അബ്വാബുഹാ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിയാല് എത്രയെന്നറിയോ പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങൾ. ഖുർആനിലെ മയ്യിത്ത് എന്നുള്ള പ്രയോഗം ആരെ പറ്റിയ മയ്യിത്ത് ഒക്കെ നമ്മൾ പ്രയോഗിക്കൽ തെറ്റുണ്ട്. ശരിക്കും മയ്യിത്ത് എന്ന് പറഞ്ഞാൽ മരിക്കാനുള്ളത് എന്നാണ്. മൈത്ത് എന്നാണ് ശരിക്കും മരിച്ചതിന് പറയാം. മരിച്ച ഡെഡ് ബോഡിക്ക് അറബിയിൽ ഖുർആൻ പ്രയോഗിച്ച പേര് ഡെഡ് ബോഡിക്ക് മൈത്ത് എന്നാണ്. ജീവനുള്ള നമ്മളാണ് മയ്യിത്ത്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. നബിയെ, നിങ്ങൾ മരിക്കാനുള്ളതാണ്, അവരൊക്കെ മരിക്കാനുള്ളതാണ്. മൈത്തത്ത് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത്, മനുഷ്യനല്ലാത്ത ആളുകൾ ജീവൻ പോയാൽ മൈത്തത്ത് എന്നാ പറയുന്നത്. അപ്പൊ വസ്തുനിഷ്ഠമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരായത്തെ പഠിക്കണുള്ളൂ വെച്ചാലും ആ ആയത്ത് വസ്തുനിഷ്ഠമായി കൃത്യമായി നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠനം, ധാരാളം സൗകര്യങ്ങളുണ്ട് ഖുർആൻ പഠിക്കാൻ. അത് ഉപയോഗപ്പെടുത്തിയാൽ ഒരുപാട് അത്ഭുതങ്ങൾ ഭാഷാപരമായിട്ട് തന്നെ കഴിയും. ഇതിനെ തകർക്കാൻ ആരെക്കൊണ്ടും കഴിഞ്ഞിട്ടില്ല. അല്ലാഹ് പറയുന്നു കഴിയില്ല എന്ന്. അതുകൊണ്ട് ഖുർആനിന്റെ ആ ടേസ്റ്റ് ആസ്വദിക്കാൻ, അറബി ഭാഷയുടെ ആ മാധുര്യം അനുഭവിക്കാൻ നമ്മളൊക്കെ ഒന്ന് പഠിക്കാൻ തയ്യാറാവണം എന്നാണ് സന്ദർഭമായി സൂചിപ്പിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, പരിശുദ്ധ ഖുർആന്റെ ഭാഷ കൊണ്ട് പലതും കണ്ടെത്തി. ഒരു ഉദാഹരണം പറയാം, കുറെ പറയാൻ സമയമല്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആയുസ് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ പ്രയോഗിച്ചത് വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹ് അലൈഹിസ്സലാമിനെ പറഞ്ഞു. ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ, 1000 കൊല്ലം ജീവിച്ചു എന്നാണ്. ഇല്ലാ 50 ആമ, 50 കൊല്ലമല്ലാതെ. ഒന്നവിടെ പ്രയോഗിച്ചത് സനത്ത് എന്നാണ്, സനത്ത്. ഇവിടെ പ്രയോഗിച്ചത് ആം എന്നാണ്. അപ്പൊ ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞെന്തറിയോ, നമ്മളൊക്കെ പറയല് 1050 കുറച്ചാൽ 950 കൊല്ലം നൂഹ് നബി ജീവിച്ചു എന്നാണ്. എന്നാ ചില ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞത് അതും ശരിയാണ്. ചിലതിന് ചില പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി ജീവിച്ചത് ശരിക്ക് മുസീബത്തും പ്രയാസമായിരുന്നു ജീവിക്കണ കാലം മുഴുവൻ. അതിനാണ് സനത്ത് എന്ന് പറഞ്ഞത്. അവിടെ സന എന്ന് പറഞ്ഞാൽ പ്രയാസത്തോടെ ജീവിക്കണ കൊല്ലത്തിനാ പറഞ്ഞത്. എന്നാ പ്രളയമൊക്കെ കഴിഞ്ഞൊന്ന് ഉഷാറായിട്ട് പിന്നെ നൂഹ് നബി ജീവിച്ചത് 50 ആം എന്നാണ്. ആം എന്നാ പറയാം. അത് സൂറത്ത് യൂസുഫിൽ വിശദീകരിക്കാൻ സമയം. സൂറത്ത് യൂസുഫിൽ ആ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ ആം എന്നാ പ്രയോഗിച്ചത്. അതുകൊണ്ട് 50 കൊല്ലം, പ്രളയത്തിന്റെ ശേഷം ഒരു 50 കൊല്ലം നൂഹ് നബി വളരെ സമൃദ്ധമായിട്ട് ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നൂഹ് നബി ജീവിച്ചത് 1000 വർഷമാണ് എന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ വെറും ഭാഷാർത്ഥം ഡിക്ഷണറി നോക്കി അർത്ഥം വെച്ചിട്ടല്ല, പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ പ്രയോഗങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ഖുത്ബയിലൂടെ കൂട്ടി വായിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഇന്ന് നമ്മുടെ പള്ളിയിലേക്കുള്ള കലക്ഷനാണ്. എല്ലാവരും കാര്യമായിട്ട് തന്നെ അതിൽ സഹകരിക്കണം എന്നുണർത്തുന്നു. റബ്ബ് അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.